3 ദിവസമായിട്ട് ഷൂട്ടിങ് ചെയ്യുന്നു ഭയങ്കര തിരക്ക്. അപ്പോൾ ഇന്നൊന്ന് പുറത്തൊക്കെ ഇറങ്ങാച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് മെല്ലെ പുറത്തൊക്കെ ഇറങ്ങി. നോക്കുമ്പോൾ അതാ കാക്കക്കുയിലിരിക്കണ്. ഓല് നമ്മളെ മാതിരി നമ്മളെ കേരളത്തിലുള്ള തന്നെ, പക്ഷെ അങ്ങോട്ട് എന്താ ഷൂട്ടിങ്ങിന് എന്തെങ്കിലും വന്നാവും നമ്മളൊന്ന് ചോദിക്കാൻ നിന്നില്ല. ബാലനാന്നാ ഓല് പറഞ്ഞത്, ബാലൻ കുയിലെന്നാ ഓല് പറയണത് കർണാക്കാടെ. നമുക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ നടന്ന് നേരെ നടന്നപ്പോൾ അതാ നിൽക്കണ് നിലത്ത് മുഴുവൻ ചക്കക്കുട്ടികൾ. ഇതെന്താണപ്പാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നോക്കി. ഹോട്ടലുകാരോട് ചോദിക്കാൻ പറ്റുമോ, ഓല് കന്നഡയല്ലേ പറഞ്ഞു, എനിക്കറിയില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇലയൊന്നും ഒന്നിനും പറ്റൂല. അത് എന്താ വെച്ചാൽ നമ്മൾ പ്ലായിൽ കുത്തി കഞ്ഞി കുടിക്കുന്ന ആ സെറ്റപ്പ് ഇല അല്ലത്. പിന്നെ നായ്ക്കുട്ടീനെ കൂട്ടിട്ട മാതിരിയാണ് ഇതിനെ വളർത്തണവർ. ഞാൻ കുറച്ച് നേരം ചുറ്റുപാടൊക്കെ നടന്ന് ആ ചങ്ങായിനോട് ചോദിക്കണം എന്നുണ്ട്. ചങ്ങായി ഇന്നെ തന്നെ നോക്കണ് ഞാൻ ചക്ക പൊട്ടിക്കാൻ വന്നാണോ എന്ന്. നമ്മളെ നാട്ടിൽ ഇത് വെറുതെ കിട്ടുന്ന സാധനമല്ലേ. നമ്മളെ പേരിലൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ചെന്നപ്പോണ്ട് പിന്നെയും തന്നെ ഈ മരത്തിൻ്റെ ചെറിയ ചെറിയ കുട്ടികൾ. എനിക്ക് തോന്നുന്നത് ഇതൊന്നും വലുതാവൂല എന്നാട്ടോ, അതൊക്കെ പറ്റിപ്പാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നോക്കുമ്പോൾ തക്കാളി. അപ്പം ഞാൻ നമുക്ക് പോകാനുള്ള വണ്ടിയിലെ ഡ്രൈവറോട് ചോദിച്ചു ഇതെന്താണ് പരിപാടി. അപ്പോൾ ഓൻ പറയും ഇത് പട്ടി പൊട്ടിക്കാനില്ല തിന്നാനുള്ളതൊന്നുമല്ല, ഇത് നിങ്ങളെ പോലെ ആൾക്കാർ വരുമ്പോൾ കാണാൻ വേണ്ടി വെക്കണതാണ്, നിങ്ങൾക്ക് ഇത് നല്ല രസമില്ലേ എന്ന് ചോദിച്ചു. ഓന് കുറച്ച് മലയാളം അറിയാം. ഞാൻ കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ്. അപ്പോൾ പിന്നെയും മറ്റേ ആ അവിടെ നോക്കണ ചങ്ങായി വീണ്ടും ഇന്നെ തന്നെ വന്ന് നോക്കുക ഞാൻ അത് പൊട്ടിക്കാനാണോന്ന്. എനിക്കൊരു പേടി. ഓ നല്ല തടിയും വലിപ്പുണ്ടേ. പിന്നെ നമ്മളെ ഷൂട്ടിങ്ങിലുണ്ട് തടിയും വലിപ്പമുള്ളവർ, നമ്മൾ വിളിച്ച പോലും വരും, നമ്മൾ ഇടിയുടെ ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ചെക്കനെ ഷൂട്ടിങ് കൈയോളം ഇവിടെ നിൽക്കണം. എനിക്കാണെങ്കിൽ നല്ല അഭിനയം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ ഞാൻ നല്ല അഭിനയമാണെന്നുള്ളത്. അപ്പോൾ അഭിനയം കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പൂവ് കായ ഇതൊക്കെ കുറേ നേരം കണ്ട്, ഇനിയും കുറേ കാണാണ്ട്. പിന്നെ എന്താ വെച്ചാൽ അധികം നേരം നമുക്ക് ഇതുമ്പോൾ തിരിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായാലോ അയച്ച് നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. നേരെ നടന്ന് പിന്നെ ഇന്ന് വൈകുന്നേരം പോയിട്ട് ബാംഗ്ലൂരൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂർ കണ്ടു കിട്ടാ എന്നാലും